എന്തായാലും ഒരേ സമയത്ത് രണ്ട് പെൺകുട്ടികളെ പ്രേമിക്കാൻ പാടില്ലായിരുന്നു. സാഹചര്യമാണ് സർ. ഒരുത്തിയെ ഞാൻ സ്നേഹിച്ചു, വേറൊരുത്തി എന്നെ സ്നേഹിച്ചു. എന്റെ അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും സർ ചെയ്യുക? ആരായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ ബോസേ. അല്ല, രണ്ട് പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന കാര്യം ആദ്യം എന്താ പറയാഞ്ഞ്? ഞാൻ സാറിന് ഇന്നല്ലേ പരിചയപ്പെട്ടത്. അത് കറക്റ്റാ. ഒരേ നേരത്തെ രണ്ടുപേരെ സ്നേഹിച്ചു എന്നും അവർക്ക് രണ്ടുപേർക്കും കല്യാണക്കുറി കൊടുക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും സാർ കരുതുക? തെറ്റിദ്ധരിക്കല്ലേ ഉള്ളൂ. അതെ ഇല്ലേ? അതേന്നോ ഇല്ലെന്നോ സാർ? അളിയ ആണോ ഇല്ലയോ? അമ്മാവാ ചുമ്മാ വട്ടി പിടിപ്പിക്കില്ലേ. അങ്ങേരുടെ കഥ കേട്ട് എന്റെ തലയ്ക്ക് വട്ടി പിടിച്ചിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കോലട്ടിളക്കല്ലേ. എന്ത് പറയാനാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന പൂക്കാരി കിളവി എന്റെ ജീവിതത്തിലേക്ക് ഇതുവരെ കയറിയില്ല ബോസ്. അമ്മാവനോ വന്നില്ലെന്ന് ആരാ പറഞ്ഞേ? വന്നെങ്കിൽ വണ്ടി ലെഫ്റ്റിലേക്ക് ഒതുക്കിട്ട് പോയിട്ട് സ്ഥലമെത്തിയെന്ന് പറഞ്ഞ അളിയാ. റൂട്ട് പറഞ്ഞാ ഞാൻ പോയിക്കോളാം. നേരെ വണ്ടി ഇവിടെ ഞാൻ പറയാം. അമ്മാവനോടിരിക്കും, ഞാനിപ്പോ വരാം. വെയിറ്റ് ചെയ്യാ അളിയാ. കൊച്ചുകുട്ടികൾ കളിക്കുന്ന സ്ഥലവാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണ്ട. വല്ല കുരങ്ങുവാണെന്ന് കരുതി പിള്ളേര് പിടിച്ച് കല്ലെടുത്തെറി. പോടാ ചെറുക്ക. ലാവണ്യയുടെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ കൂട്ടത്തിൽ ദേവിയുടെ അഡ്രസ്സും കൂടെ ഒന്നിച്ചു വാങ്ങണം. പോകുന്നു, കാണുന്നു, കുറി നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ സമയം ഒട്ടും കളയാതെ ആ രണ്ട് പിള്ളേരുടെ അച്ഛൻ നിന്റെ അച്ഛനോട് എന്താ പറഞ്ഞെന്നുള്ളത് ചോദിച്ചറിയുന്നു. അത്രയേ ഉള്ളൂ. എന്തിനാ സാർ ഇനി പോയി ചോദിച്ചിട്ട്? ബോസേ, നിങ്ങൾ ചോദിച്ചറിയോ ഇല്ലയോ? ഞാൻ ചോദിച്ചറിഞ്ഞോളാം ബോസേ. ഇല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും ബോസേ. ഞാൻ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വാ ബോസേ. ഇതാരാ? സുരുളി ചേട്ടനോ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മോളെ. നിനക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം ചേട്ടാ. എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. വേണ്ട മോളെ, അതൊന്നും സാരമില്ല. നിന്റെ അമ്മായിപ്പന് ഫോൺ ചെയ്തിട്ട് എന്തോ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇവിടെ? അതെ, അച്ഛന് ഇച്ചിരി സുഖമില്ല. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളത്. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ചേട്ടാ? അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല മോളെ. നമ്മുടെ വീട്ടിൽ പുതിയൊരു താമസക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെന്നൈയിൽ നിന്ന് ഒരു വീട് അന്വേഷിച്ചു വന്നതാ. ഏതോ ഒരു വീട്ടിലെ കല്യാണക്കൂടി കൊടുക്കണമെന്ന്. അതാരാ ഏട്ടാ? ദേ ആ നിൽക്കുന്ന ആളാ. ഓ, ഇദ്ദേഹമാണോ? ഇത് നീ പറഞ്ഞില്ലല്ലോ ബോസേ. നിങ്ങൾ ചോദിച്ചില്ലല്ലോ സാർ. ഒന്ന് പറയോ? പറഞ്ഞ് തൊലയ്ക്ക്. മധുര എന്ന വീടെല്ലാം കാലിയാക്കി നേരെ ഊട്ടിക്ക് പോയി സാർ. അവിടെ ചെന്ന് എത്ര നാൾ കഴിഞ്ഞാ കണ്ടത്? പോയി ഇറങ്ങിയതേ ഇല്ല സാർ. അടിപൊളി പെൺകുട്ടിയാ സാർ. കണ്ട ഉടനെ തീരുമാനിച്ചു ഇവളെ എന്റെ ദേവതയെന്ന്. അപ്പൊ ഇതിനു മുമ്പ് കണ്ട ലാവണ്യ എന്നൊരു ദേവിയല്ല? അല്ല സാർ, ഒരാളെ ചുറ്റി ഒരു ദേവത ഉണ്ടാവാൻ പാടല്ലോ. ഒരു 2-3 പേരൊക്കെ ഉണ്ടായിക്കൂടെ? അവളുടെ പേര് പ്രിയ എന്നായതുകൊണ്ടായിരിക്കും പിരിഞ്ഞു പോയത്. ഫെവിക്വിക്കിന്റെ പേര് പറഞ്ഞാൽ പിരിഞ്ഞു പോകില്ലെന്നാണോ നിന്റെ വിചാരം? ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കും. ഇതോടെ നിർത്തിയച്ചാ. ആഹാ, ഇതാരാ? വരൂ. നല്ല മുഹൂർത്ത സമയത്താണ് എത്തിയത്. ബൈ ദ ബൈ, പ്രമുഖ ജ്യോത്സ്യൻ, ഊട്ടി ഉലകനാഥൻ. ഇതെന്റെ പേരാണ്. നിങ്ങളുടെ പേര്? ബെന്നി ക്വിക്ക്. ബെന്നി ക്വിക്ക്. ഇത് ഐശ്വര്യമുള്ള പേര് തന്നെയാ. നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ അങ്ങ് കരുതി.
പയ്യൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ മോനാണ്. കാഴ്ചയിൽ വളരെ ശാന്തനാണല്ലോ, നന്നായിട്ട് പഠിക്കുവാളല്ലേ? ക്ലാസ്സില് ഇവനാ ഫസ്റ്റ്. കണ്ടോ, കറക്റ്റായിട്ട് പറഞ്ഞില്ലേ, ഇതാണ് ഊട്ടി ഉലകനാഥൻ. അല്ല സാറേ, ആ പുറത്തേക്ക് വന്ന കുട്ടിയേതാ? എന്റെ മോള്. അയ്യോ, ഇങ്ങനൊരു കുട്ടിയുള്ള കാര്യം നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ സാറേ ഇത്? ഫോണിൽ വീടിനെ കുറിച്ച് ചോദിച്ചു, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. അവളെ കുറിച്ചൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇതെന്താ വന്നു കയറിയ ഉടനെ അവളെ കുറിച്ച് ചോദിക്കുന്നത്? മനസ്സിലാകുന്നു. കയ്യിലെന്താ സാർ ഒരു കവർ? അത് തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണം, ഇപ്പൊ കുറി വന്നിട്ട് പോയേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ക്ഷണക്കത്തെടുത്തിട്ട് കവറൊന്നും എനിക്ക് തരുമോ? അതിനെന്താ, തന്നേക്കാലോ. ഇന്നാ പിടിക്കേ. താങ്ക്സ് സാർ. അല്ല, എന്തിനാ ഇത് ചോദിച്ചേ? പിന്നീട് ഉപയോഗം വരും. ഇനി വാടക കവറിനകത്ത് വെച്ച് തരാനാണോ? നിങ്ങളുടെ വീട് ഇതിന്റെ പുറകിലാണ്, പോയി നോക്കിക്കോളൂ. വരൂ. ചെല്ലു. എന്താ മോളെ, എക്സസൈസ് ഒക്കെ കഴിഞ്ഞോ നിനക്ക്? എക്സസൈസ്, ജ്യൂസ്, എക്സസൈസ്, പിന്നെ എന്ത് പറയാ? എന്താ മോനെ? സാറിനെ കണ്ട നല്ലൊരാളാണെന്ന് തോന്നുന്നു. താങ്ക് യു. വരട്ടെ അങ്കിൾ. ആ ചെറുക്കന് വല്ലാത്ത ശ്രദ്ധയാണല്ലോ. മനസ്സിലാകുന്നുണ്ടല്ലേ? അതാണ് ഊട്ടി ഉലകനാഥൻ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. വരൂ. എന്താ സാറേ കാര്യം? ഒന്നുമില്ല സാർ, മോനെ ഇവിടുത്തെ ഏറ്റവും നല്ല കോളേജിലൊന്നും ചേർക്കണം, അതുകൊണ്ട് സാറിനോടൊന്നും ചോദിക്കാന്ന് കരുതി വന്നതാ. എന്റെ സാർ ഒരുപാട് ലേറ്റായി പോയെന്നേ. ഈ കാര്യമൊക്കെ നിങ്ങളുടെ മോൻ എന്നോട് ഇന്നലെ പറഞ്ഞെന്നേ. ഞാനെന്താ ചെയ്തതെന്നറിയാവോ? എന്റെ മോള് പഠിക്കുന്ന കോളേജിൽ ഇന്നലെ തന്നെ സംസാരിച്ചു. പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു നാളെ തന്നെ വന്ന് ചേർന്നോളാൻ. ചെറുക്കനെ കണ്ടപ്പോഴേ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ നടന്നു അതുപോലെ തന്നെ ഉണ്ട്. രാവിലെ മുതൽ എന്റെ മോനും നിങ്ങളുടെ മോളും ഭയങ്കര ഡിസ്കഷൻ അല്ലേ. ഇതാ അങ്ങോട്ട് നോക്ക്. ഹായ്. സോ ഇതിനു മുന്നേ എവിടാ പഠിച്ചേ? അത് മധുരയല്ല. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു. എന്റെ ബുക്സ് എന്റെ ഫ്രണ്ട്സ്. നിങ്ങൾ ഭയങ്കര ഷൈ ടൈപ്പാന്ന് തോന്നല്ലോ. ഓക്കെ, ഇന്ന് തുടങ്ങി നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും ആണ്. വാ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇദ്ദേഹത്തിന്റെ പേര് ജെമിനി. ഇന്നലെ എന്റെ വീട്ടിലോട്ട് വാടകയ്ക്ക് വന്നത്. ഇന്നാണ് നമ്മുടെ കോളേജ് ജോയിൻ ചെയ്തത്. എന്റെ ഫ്രണ്ടുമാണ്. പ്രിയ, നീ ആണുങ്ങളുടെ കൂടെ കൂട്ടുകൂടില്ലല്ലോ. ഞാനും അങ്ങനെയാ. എന്താ കഴിക്കുന്നത്? പിസ്സ, സാൻഡ്വിച്ച്, ബർഗർ. ഉഴുന്നുവട കിട്ടോ? ഉഴുന്നുവടയോ? അതെ, നടുവില് ഓട്ടയ്ക്കുള്ള. അതൊന്നും ഇവിടെ കിട്ടില്ല. കിട്ടില്ല അല്ലേ? പരിപ്പ് വടയോ? മിക്സർ വേണമെങ്കിൽ കിട്ടും. കഴിക്കുന്നുണ്ടോ? മിക്സർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ കോളേജിന് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്നു. സ്റ്റുഡൻസ്, ഈ കുട്ടിയെ നിങ്ങൾ റോൾ മോഡലായി എടുത്താൽ മതി. താങ്ക് യു സർ. ഇതെവിടെ പോയതാ? ഓൾ ദി ബെസ്റ്റ് പൂജ. താങ്ക് യു സോ മച്ച്. ബോസേ, എനിക്ക് കണ്ണു നിറയുന്നു ബോസേ. ആള് പുലിയ. ഇതല്ലാതെ എന്ത് ചെയ്യാനാ സാർ? ഇതുപോലെ ഡിഫറൻസ് എന്തെങ്കിലും ചെയ്താലല്ലേ പെൺകുട്ടികൾ പിന്നാലെ വരുള്ളൂ. മനസ്സിലായില്ല ബോസ്. ജെമിനി, അടിപൊളി ബോസ്, പൊളിച്ചടുക്ക്. ഭയങ്കരം തന്നെ. ഫ്രണ്ട്സ് ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഈ മൊത്ത കോളേജ് നിങ്ങളുടെ ഫാൻസ് ആയല്ലോ. കോളേജിലുള്ള എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുന്നത്. പ്രശംസിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ചെയ്തു. അതിനെന്തിനാ പ്രശംസയൊക്കെ? വരൂ. പൂജ, ഫാന്റാസ്റ്റിക് ഐഡിയ അല്ലേ? സമ്മതിക്കണം. സൂപ്പർ, കീപ് ഇറ്റ് അപ്പ്. ഓക്കേ, ഇയാള് കലക്കി കേട്ടോ. താങ്ക്സ്. ജെമിനി സൂപ്പർ, അടിപൊളി. ജെമിനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഹായ് ജെമിനി. ഹായ്, ഞാൻ പൂജ. ജെമിനി ഗണേശൻ. ഈ ഐഡിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ പോലും കോളേജില് ഒരു യാചകനും മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് ഒരുപാട് സഹായിച്ചതല്ലേ? എനി സ്പെഷ്യൽ റീസൺ ഉണ്ട്. എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായിട്ടും കുട്ടികൾ ജനിച്ചില്ല. അമ്മയെന്ന് വിളിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് ഓർത്താണ് അമ്മയെന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നത്. അമ്മേ, അങ്ങനെ ഒരു വിളി കേട്ടു അത്രേ. സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോ വാതിൽക്കല് ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നു. ഉടൻ തന്നെ അയാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അമ്മയെന്ന് വിളിക്കുന്ന ഒരേ ഒരു കാരണം കൊണ്ട്
ഭിക്ഷക്കാരെ എവിടെ കണ്ടാലും അവരെ അങ്ങോട്ട് അന്വേഷിച്ചു പോയി ഭക്ഷണം കൊടുക്കും. അത് പിന്നൊരു ശീലമായിട്ടങ്ങ് മാറി. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത്. ഭിക്ഷക്കാരെയൊക്കെ സഹായിച്ചതിന്റെ നന്മ കൊണ്ടാ ഞാൻ ജനിച്ചതെന്ന് അമ്മയുടെ വിശ്വാസം. അതിനുശേഷം എന്നെയും കൂട്ടിക്കൊണ്ടു പോയി എന്റെ ഈ കൈകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ആ ശീലം ഞാൻ ഇപ്പോഴും തുടർന്നു പോവാ. ഭയങ്കര സെന്റിമെന്റ് ആണല്ലോ ബോസേ. ഇതൊക്കെ സത്യമാണോ? എല്ലാം പ്രിയെ വളയ്ക്കാൻ വേണ്ടിയല്ലേ സാർ? വെറും 2 സംഭവം കൊണ്ട് പ്രിയ വലയിൽ വീഴ്ത്തില്ല ബോസേ. ഇതൊക്കെ അത്ര വലിയ കാര്യമാണ് സാർ. ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നോക്ക്. അതല്ലേ ഹൈലൈറ്റ്. ഹായ് ജമുനി. ഹായ് പൂജ. എന്താ ഇത്? ഇവിടെ അടുത്തുള്ള കരുണയില്ലത്തിലാ ഞാൻ താമസിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, എന്നെപ്പോലെ അവിടെ ധാരാളം അനാഥ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാ ഈ ഡൊണേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എന്തെങ്കിലും ചെയ്യണം. ഓ ഷുവർ. നീ ഇതിനെ കൊടുക്ക്. എത്ര കുട്ടികൾ പഠിക്കുന്ന പറഞ്ഞേ? ഒരു 49 കുട്ടികളുണ്ടാവും. ഇത്രയും കാശ് കൊണ്ട് പറ്റുമോ അത്? പറ്റില്ല, പക്ഷെ 2 ദിവസത്തെ ചെലവിന് ഇത് മതിയാകും. വീണ്ടും എല്ലാവരോടും ഡൊണേഷൻ ചോദിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനും കൂടെ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഷുവർ, തീർച്ചയായും വരും. ഹായ് ജമിനി, നിങ്ങളോട് കുറച്ച് പേഴ്സണലായി സംസാരിക്കണം. ഇരിക്ക്. പ്രിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താണെങ്കിലും പ്രിയയുടെ മുമ്പ് വെച്ച് പറയും. ഇവളിനെ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നോ പ്രോബ്ലം ജമിനി, ഞാൻ പ്രിയോട് തന്നെ പറഞ്ഞോളാം. ഓക്കെ. പ്രിയേ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബെസ്റ്റ് ഹസ്ബൻഡ് ആകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കണമെന്നാ. ഇത് ഞാൻ പറയാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു നോക്കി. പക്ഷേ എന്റെ ഉള്ളിനുള്ളിലൊരു പേടി. ഇന്ന് കോളേജിലെ അവസാന ദിവസമല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ജമിനി, നിങ്ങൾ ഉടനെ പറയേണ്ട ആവശ്യമില്ല. നല്ല പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിൽ വാ. ഐ ആം വെയിറ്റിംഗ്. ഐ ആം ഓൾവേസ് വെയിറ്റിംഗ് ഫോർ യു. ശരി, വരട്ടെ ജമിനി. ബൈ പ്രിയ. ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചില്ലല്ലോ. പ്രിയ, ഏയ് പ്രിയ 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 നിക്ക്. പ്രിയ പ്രിയ പറയുന്ന കേക്ക്. എവിടെ പോവാ? ഞാൻ എവിടേക്കെങ്കിലും പോവാ. അവള് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലേ? എനിക്ക് നീ ഫ്രണ്ടും അവക്ക് നീ ഹസ്ബൻഡും ആണെന്ന്. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? നീ പറ, ഞാൻ നിന്റെ ഫ്രണ്ടാണോ? നീ പറ, ഞാൻ നിനക്കൊരു ഫ്രണ്ട് മാത്രമാണോ? ഹേയ് ജെമിനി, ഹായ്. ഇന്ന് ഫെയർവെൽ ഡേ. നിന്റെ അടുത്ത് കുറച്ച് തനിയെ സംസാരിക്കണം. എന്താ, നിനക്ക് ഇവനെ ഇഷ്ടമാണ് അതല്ലേ? എന്താ അവിടെ നടക്കുന്നേ? ഒരു മിനിറ്റ്. ഇപ്പൊ പറ നീ. പ്രിയ, എടി ദ്രോഹി. വൺ മോർ പ്ലീസ്. ഇവിടെയുള്ള എല്ലാവർക്കും ഇവനെ പ്രേമിക്കാമെങ്കിൽ ഏത് നേരം ഇവന്റെ കൂടെയുള്ള ഞാൻ ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കണമെന്നാണോ? പോയി പറ, കോളേജിലുള്ള എല്ലാവരോടും പോയി പറ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പോടി ചെല്ല്. പോടി. ഐ ഹേറ്റ് യു. ഹാപ്പി ദീപാവലിയോ? എന്താടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? ഇത്രയും കാറുകളോട് കാണുന്നു. ബൈ. മോനെ, പ്രിയ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ചെറുക്കൻ അടിപൊളിയാണെന്നാ. മീനാക്ഷി, ജോലിസിനൊരു മണ്ടനാണെന്നാ ഞാൻ കരുതിയത്. എന്തായാലും കാര്യഗൗരവമുണ്ട്. കോളേജ് അവസാനിക്കുന്ന അന്ന് തന്നെ കല്യാണം ഫിക്സ് ചെയ്ത് കണ്ടില്ലേ? എന്തൊക്കെയായാലും എന്റെ തിരുപ്പതി ഭഗവാനെ, ഈ കല്യാണം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനും മലയേറി വന്ന് ഞങ്ങളുടെ മുടി കാണിക്കായിട്ട് തരാം. പയ്യനെ കാണാൻ അജിത്തിനെ പോലെയുണ്ട്. പേരെന്താ? ശശികുമാർ. ഓ, നല്ല പേരാണല്ലോ. പ്രിയ, പയ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോൾ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. അങ്കിൾ, ചെറുക്കിന് പെണ്ണോട് തനിച്ച് സംസാരിക്കണമെന്ന്. അങ്കിളോ? അതിനെന്താ, പോയി സംസാരിച്ചിട്ട് വരൂ. അല്ല ചോദിച്ചേ, നമ്മുടെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും സംസ്കാരം ഒന്നും മാറ്റാൻ പോകണ്ട. സാറ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അയാളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ മോശമാ. നിങ്ങൾ പോയി സംസാരിക്കുന്നേ. ഇതെന്താ സാറേ, സാധാരണ എന്റെ ശീലമാണിത്. സാറെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്താ പ്രശ്നം? എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ അച്ഛനെ പേടിക്കുണ്ടാവില്ലേ? അത് ശരിയാ. ആ പെണ്ണിന്റെ അച്ഛൻ ഞാനല്ലേ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പിന്നെന്താ? എന്താ സാർ എന്നെ കന്യനായിട്ട് കാണണേ? പ്രിയ എനിക്ക് മോളെ പോലെ തന്നെയല്ലേ? സോറി സാർ, ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിച്ച. സോറി സാർ. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാ. അവരെ അനുഗ്രഹിക്കണം കേട്ടോ സാറേ.
ചെറുക്കന് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായെന്നാ പറയണേ. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയക്ക് ആ പയ്യന് ഒരുപാട് ഇഷ്ടമായി. ആ കാര്യം പറ. കുറച്ച് അലുവ കഴിക്കുന്നോ സാറേ? അലുവ സാറിന് വലിയ ഇഷ്ടമുള്ള കാര്യല്ലേ? തിരുനെൽവേലി അൽവ. അയ്യോ, എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ നിങ്ങള്? ഹലോ, ഞാൻ പ്രിയ സംസാരിക്കുന്നത്. ഇതെന്താ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നേ? എന്റെ ഫോൺ കാണാതെ പോയി. പിന്നെ നിനക്കറിയാലോ, എന്റെ വീട്ടില് പെട്ടെന്നാണ് കല്യാണ ആലോചന നോക്കാൻ തുടങ്ങിയത്. നമ്മുടെ കാര്യം അവർ അറിഞ്ഞെന്നോർത്ത് ഞാൻ ശരിക്കും പേടിച്ചു. ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിലുണ്ട് ഞാൻ. അവിടെ എന്തിനാ പോയ? രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി. എന്ത്? ഇന്നലെ വീട്ടിലേക്ക് വന്നപ്പോ എന്നോട് തനിച്ചയാൾക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് നമ്മുടെ കാര്യം പറഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം അദ്ദേഹം തന്നെ നടത്തി തരാന്ന് വാക്കും തന്നു. അതാ ഞാൻ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നേ. നിന്റെ ഏതെങ്കിലും ഒറിജിനൽ ID പ്രൂഫ് എടുത്തോണ്ട് പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലോട്ട് വാ. എന്താടാ നീ ഒന്നും സംസാരിക്കാത്തെ? നിന്റെ മേലുള്ള വിശ്വാസത്തിലാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നിനക്കിതിന് സമ്മതമല്ലേ? ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്താം. ഓക്കെ. മോനെ, ഈ ഡ്രസ്സിൽ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. കല്യാണ ചെറുക്കനെ പോലെ സുന്ദരനായിട്ടുണ്ടാ. ഇവനിപ്പോ എന്താ പറ്റി? നിങ്ങളല്ലേ രജിസ്റ്റർ മാരേജിന് വന്നിരിക്കുന്നത്? രജിസ്ട്രാർ വരാൻ 10 മിനിറ്റ് ആകും. ID പ്രൂഫ് ഇല്ലേ? വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ. പെട്ടുപോയടാ. അതെ, നീ ശശികുമാർ എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. ഒരച്ഛന്റെ വേദനയാണ് പറയുന്നത്. ഇതാദ്യം അവസാനം ആയിക്കോട്ടെ. എടാകുവേ, നിന്നോടും കൂടാ പറയുന്നേ. പ്രിയേ, ഇങ്ങനെ പിരിയാൻ വേണ്ടിയാണോ നിനക്ക് ഞാൻ പ്രിയ എന്ന് പേരിട്ടെ? അച്ഛനെ തനിച്ചാക്കരുത് മോളെ. പ്ലീസ്, നീ അച്ഛൻ്റെ കൂടെ വന്നേരെ. അവസാനമായിട്ട് ഒരു 5 മിനിറ്റ് അച്ഛനോട് സംസാരിച്ചിട്ട് പോകുമ്പോളെ. അതിനുശേഷം ഞാൻ എൻ്റെ വഴിക്ക് തന്നെ പോയിക്കോളാം. മോനെ, 5 മിനിറ്റ് ചെലവഴിച്ചാൽ കൂടെ കുഴപ്പമില്ല. ഒരു നിമിഷം എനിക്ക് വേണ്ടി അയക്കേ പ്ലീസ്. പ്രിയ, ഇത് നോക്ക്. 20 വർഷം നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനാ വിളിക്കുന്നത്. 1 മിനിറ്റല്ലേ, പോയിട്ട് വാ. നമ്മളെ വേർപിരിക്കാൻ ആർക്കും പറ്റില്ല. ഇനിയും 100 വർഷം വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. താങ്ക് യു മോനെ. പോടാ ഫ്രോഡ്! You bloody cheat! I hate you!
ഇങ്ങനെ പെരുവഴിയിലാക്കിയിട്ട് പോയി കളഞ്ഞല്ലോടാ. എങ്ങനെ മനസ്സ് വന്നു? എങ്ങനെയാ നീ ഇതൊക്കെ സഹിച്ചത്? നീ ഈ കാര്യം വീട്ടിലാരോടും പറയാതല്ലേ ചുരുണ്ട് കിടന്നത്? ഇപ്പൊ തന്നെ കല്യാണം നടത്തിയേക്കാന്ന് അവളല്ലാടാ വിളിച്ചു പറഞ്ഞത്. ജീവിതം ഇരുള് നിറഞ്ഞതായി പോയില്ലേ? തുടങ്ങി പ്രേമം വേണ്ടെന്ന് വെച്ച് ചത്ത് ജീവിച്ചില്ലടാ നീ. ഇത് കേട്ടിട്ട് എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെയായി. നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് ഞാൻ കാണുന്നില്ലല്ലോടാ. കരഞ്ഞെല്ലാം മറ്റിപ്പോയോ? നീ എല്ലാം സഹിക്കുന്ന ഇരട്ട ചങ്കുള്ളവനാ. എന്താടാ ബോസ് എന്ന് വിളിച്ചവൻ എടാ പോടാന്ന് വിളിച്ചെന്ന് ഓർക്കുക. എന്നാ കേട്ടോ, മധുരക്കാർക്ക് ഒരാളോട് സ്നേഹം കരകവിഞ്ഞൊഴുകിയാലും ദേഷ്യം അധികമായാലും വാടാ പോടാന്ന് മാത്രമേ ഞങ്ങൾ വിളിക്കൂലടാ. ഡാ ഈ നിമിഷം മുതൽ നീ എനിക്ക് അനുജനാടാ. ചേട്ടാ, അളിയ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അതെ അമ്മാവ, മരുന്നുണ്ട്, 2 സ്മോൾ അടിച്ചാ മതി, പ്രശ്നം തീർന്നില്ലേ? എടാ മങ്കി തലയാ, എന്താ അളിയാ ഇതൊക്കെ എങ്ങനെയാ? തങ്കക്കുടമേ, ഐ ലവ് യു യൂയാ. കാരണം പൊളിക്കും. വണ്ടി നിർത്തടാ മോനെ. പോടാ, എന്റെ ഫോൺ അവിടെയാണെന്ന് കാണുന്നില്ല. നോ പ്രോബ്ലം, വാട്ടർ പ്രൂഫാണ്. കണ്ട സ്ഥലം പോലെ ഉണ്ടല്ലോ. ഇവിടെ എന്തിനാ വന്നേ? അനിയാ, പ്രിയയുടെ അച്ഛൻ ആ ഒരു നിമിഷത്തിൽ എന്താ പറഞ്ഞെന്നുള്ള കാര്യം നിനക്കറിയണോ വേണ്ടയോ? പക്ഷെ എനിക്കറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ തല ചൂടായി തലച്ചോറ് ചെവി കൂടെ പുറത്തേക്ക് വരും. എന്നവാ, ആ ഒരു നിമിഷത്തിൽ എന്താ നടന്നെന്ന് നമുക്കറിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ചേട്ടാ പോലീസ് കേസൊക്കെ ആവും. പോലീസ് കേസാ? ഞങ്ങളൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലീസ് ഗോഡവൺ മിലിറ്ററി വാടാന്ന് ബട്ടൺ ഊരിയിട്ട് ബഡ് തൈ പോലെ നിന്ന് വരാ ഞങ്ങള്. ബഡ് മരം പോലെ നിന്ന് വരാ ഞങ്ങള്. സ്റ്റഡി ആയിട്ട് നിന്ന് വരാ. പക്ഷെ ഒരു കാര്യം മോനെ, ഒരു മനുഷ്യന് ഒരു നിമിഷം കൊണ്ട് ജീവിതം ചേഞ്ച് ആവുമെന്ന് പറയാറുണ്ട്. നിന്റെ ലവേഴ്സ് എല്ലാം നിന്നെ വിട്ടുപോയതിന്റെ കാരണം എന്താണെന്ന് പറ. എന്താണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. അതിനേതവനാ കാരണമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആരാട്ടത്? കൊച്ചന്നൂർ ശനീശ്വര ഭഗവാനേ. ആ ദൈവം നിന്റെ ഉച്ചിയിൽ കുടുമി കെട്ടി തപസ്സിരിക്കുക. എല്ലാരും 7.5 വർഷം കഷ്ടപ്പെടുത്തും. നിന്നെ ഓരോ നിമിഷവും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവം എല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. കുഴപ്പമില്ല, പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ വാച്ച് കണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇവിടെയാണല്ലോ വെച്ചത്. ചിലപ്പോ ഇനി കാക്ക വല്ല എടുത്തോണ്ട് പോയതാണോ? അതൊരു വെളുത്ത കാക്കയായിരുന്നു. എന്താ മോളെ, ഇവനെ നടുറോട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് പോയി കളഞ്ഞില്ലേ? അതോടെ ഇവന്റെ ജീവിതം തകർന്നു പോയി മോളെ. സങ്കടം സഹിക്ക വയ്യാതെ ഒരു പെണ്ണിനും പ്രേമിക്കില്ല. മനസ്സുകൊണ്ട് വെറുത്ത് തകർന്നിരിക്കുക അവൻ. അവന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലില്ലാതെ മൊത്തത്തിൽ വറ്റി വരണ്ടിയല്ല, ചുമ്മാ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക മോളെ. ഇവനാണ് അങ്ങനൊക്കെ നിങ്ങളോട് പറഞ്ഞേ? അതെ മോളെ. ഒന്ന് ശരിക്കും ഓർത്തിട്ട് പറഞ്ഞേ. ജീവിതം ഇരുള് നിറഞ്ഞതായി പോയില്ലേ? തുടങ്ങി പ്രേമം വേണ്ടെന്ന് വെച്ച് ചത്ത് ജീവിച്ചില്ലടാ നീ. അല്ല, ഇതല്ല ഞാൻ തന്നെയല്ലേ മോളെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെങ്ങനെ സംസാരിക്കാനാ? അവിടെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയോ? ബെന്നി സാർ, മിസ്റ്റർ ബെന്നി സാർ, എനി പ്രോബ്ലം? എന്റെ മോളുടെ ജീവിതം രക്ഷിക്ക്. എന്റെ കുടുംബത്തിന്റെ അഡ്രസ് പോകുന്ന പോലുണ്ട്. സാർ, എന്തൊക്കെയാ പറയണേ? നിങ്ങളുടെ മകൻ എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടി പോയത്. രാവിലെ കാലി വീണപ്പോ കൂടെ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. അവൻ എന്നെയും പറ്റിക്കായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മോളായിരിക്കും അവൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് എന്ന് വെച്ചാൽ നിങ്ങളുടെ മോൻ നല്ലവനാണെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞത്. അവന് പ്രേമിക്കാൻ മാത്രമേ അറിയൂ, കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലോ. അയ്യോ, ഒന്ന് മനസ്സിലാകുന്ന പോലെ പറ. പറയാം സാർ. ഞാൻ ജെമിനി ഗണേശന്റെ വലിയൊരു ആരാധകനാ. അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ എൻ്റെ മോനെ ജെമിനി ഗണേശൻ എന്ന് പേരിട്ടത് തന്നെ. അവൻ വലുതാവും തോറും ജെമിനി ഗണേശൻ ആരാച്ചാന്ന് ചോദിച്ചുകൊണ്ടിരുന്നു.
ജമിനി ഗണേശൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രണയരംഗങ്ങളിൽ അങ്ങനെ അഭിനയിക്കും ഇങ്ങനെ അഭിനയിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് വളർത്തിയതാ. കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു കൊടുത്തതെല്ലാം അവന് മറ്റൊരു രീതിയിലെടുത്തിട്ട് അവനൊരു വലിയ കാമുകനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതറിഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങിയ പിന്നെ അവൻ എന്നോട് സംസാരിക്കാറ് പോലുമില്ല. എന്നൊരു ശത്രുവായിട്ടാ കാണുന്നത്. എന്താ ഇതൊക്കെ നേരത്തെ എന്നോട് പറയാഞ്ഞത്? നീ എന്തെങ്കിലും എന്നെ വിശ്വസിച്ചിട്ടുണ്ടോ? അവനല്ലേ നിനക്ക് വിശ്വാസം? എന്താ സാറേ ഈ പറയുന്നേ? എങ്ങനെയെങ്കിലും എന്റെ മോളുടെ ജീവിതം ഒന്ന് രക്ഷിച്ചതാ. ഒരു മിനിറ്റ്. ഇതൊന്ന് കാണു. എന്താ സാറേ ഇതൊക്കെ? ഇത് കൊണ്ടുപോയി നിങ്ങളുടെ മോളെ കാണിച്ചു കൊടുക്ക്. നിങ്ങളുടെ മോള് അവനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരും. ഞാൻ പറഞ്ഞ എന്റെ മോള് കേക്കില്ല സാർ. എങ്കിലും ഒരു കാര്യം ചെയ്യ്, എന്റെ മോന്റെ അടുത്ത് നിന്നിട്ട് ഒരു മിനിറ്റ് എന്റെ മോളെ ഒന്ന് എന്റെ കൂടെ പറഞ്ഞയക്കുമെന്നൊന്ന് ചോദിക്കും. അവൻ വളരെ മാന്യമായിട്ട് അവളെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ആ ഒരു മിനിറ്റ് എന്നുള്ളത് നന്നായി ഊന്നി പറയുകയും വേണം. എന്താ സാറേ ഒരു മിനിറ്റ്? അതാണ് അവന്റെ പ്ലാൻ. ജൂനിയർ ജെമിനി, മോനെ 5 മിനിറ്റ് ഇല്ലെങ്കിലും സാരമില്ല. പക്ഷെ ഒരേ ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പ്ലീസ്. ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇനിയും 100 വർഷം വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. പോയിട്ട് വാ. നോക്കാം മോനെ. അച്ഛൻ എനിക്ക് കാണിച്ചു പോട്ടെന്ന് സത്യമല്ലെന്നാ തോന്നുന്നത്. അവൻ എന്തൊരു ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കണ്ടോ? അവൻ നല്ലവനാ അച്ഛ. വണ്ടി ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോളെ. നിർത്ത്, എനിക്ക് ഇറങ്ങണം. വണ്ടി ഒന്ന് നിർത്താൻ. വണ്ടി ഒന്ന് നിർത്ത്. I am waiting. I'm back. അയ്യോ, നീ പറയുന്നതെല്ലാം കേട്ടിട്ട് എന്റെ തല വിങ്ങി പൊട്ടി തെറിക്കുമെന്നാ തോന്നുന്നത്. ചേട്ടാ ചേട്ടാ, ഒരു മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ടല്ലേ എടുക്കാൻ പറ്റൂ? നേരത്തെ അടിച്ച മദ്യത്തിലെ ഒരു ഭാഗം ഇനിയും ബാക്കിയുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാലേ തലവേദന. പോടാ. ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. പോടാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നാ കേട്ടിട്ടുള്ളത്? എന്ന് കേട്ടെന്നായി പറഞ്ഞത്? ഒരുപാട് വർഷം പഴക്കമുള്ളത് പോലെയാണ് പറഞ്ഞിട്ട് പോയത്. ചേട്ടാ, ഇപ്പോഴെന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കുന്നത്. തിരിച്ചു വന്നവൻ നിൽക്കുന്ന കണ്ടില്ലേ? ഇവനെ നിങ്ങൾക്ക് എത്ര നാളായിട്ടറിയാം? ഇന്നാ മോളെ. ഓ, നിങ്ങളെ കണ്ട 10 സെക്കൻഡിൽ തന്നെ കാണാൻ നല്ലവനാണെന്ന് പറഞ്ഞു കാണുമല്ലോ. കണ്ട ഉടനെ പറഞ്ഞു മോളെ. സൂക്ഷിച്ചോ ചേട്ടാ, നിങ്ങളുടെ അഡ്രസ് ചോദിച്ചു വന്നവൻ നിങ്ങളുടെ അഡ്രസ് തന്നെ ഇല്ലാതാക്കും. ശരിക്കും ഫ്രോഡാവും. ആര്? ഇത് കണ്ടില്ലേ? എന്റെ അടുത്ത് വേഷം കെട്ടിറക്കാൻ നോക്കിയാലുണ്ടല്ലോ, വിളിച്ചു വരുത്തിയിട്ട് പള്ളക്കെട്ട് കുത്തിയിട്ട് ഒരു തിരിക്ക് തിരിച്ചിട്ട് കൊട പോലെ ചൂടിക്കൊണ്ട് പോകും ഞാൻ. ഈ കിഴങ്ങന്റെ വാക്ക് കേട്ട് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ മോളെ. ശരി, എന്നാ ഞാൻ വരട്ടെ. ചേട്ടാ, എന്താടാ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പ്രിയയ്ക്ക് ഒരു കല്യാണക്കുറി കൊടുത്താലോ? എടാ, അവള് നിന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലിരിക്കുക. പ്രിയ, പറയുന്ന കേക്കടാ. വാടാ ഇങ്ങോട്ട്. സോറി പ്രിയ.
തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനെ ചുരുളി, ഇതോടെ നിന്റെ ഓപ്പറേഷൻ അവസാനിപ്പിക്കണമെന്നല്ലേ.